അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൽമുൽ അറൂദിൽ നമ്മൾ ഇതിനോടകം 15ഓളം ബഹ്റുകളെക്കുറിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞു. ആ 15 ബഹ്റുകളും ഇൽമുൽ അറൂദിൻ്റെ തന്നെ സ്ഥാപകനായിട്ടുള്ള ബഹുമാനപ്പെട്ട അൽ ഖലീൽ ഇബ്നു അഹ്മദുൽ ഫറാഹിദി തങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പഠിക്കുവാനുള്ള 16ാമത്തെ ബഹറിൻ്റെ പേര് അൽ മുതദാറക് എന്നാണ്. ഈ ബഹർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട അഖ്ഫശ് റഹിമഹുല്ലയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അസാദിസ് അശറ 16ാമത്തെ ബഹർ അൽ മുതദാറക്. മുതദാറക് എന്നാണ് അതിൻ്റെ പേര്. സാദ ഹാദൽ ബഹർ അൽ അഖ്ഫശ്. ഓക്കെ, അഖ്ഫശ് റഹിമഹുല്ലയാണ് ഈ ബഹറിനെ അധികരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സ്ഥാപകനായിട്ടുള്ള ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി തങ്ങൾ 15 മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. പിന്നീട് 16ാമത്തത് അഖ്ഫശ് റഹിമഹുല്ലയാണ് കൂട്ടിച്ചേർത്തത് എന്നർത്ഥം. ഇനി മുതദാറക് എന്നുള്ള ബഹർ ഉണ്ടായിത്തീരുന്ന ജുസ്ഉകളാണ് പറയുന്നത്. വ അജ്സാഉഹു ഫാഇലുൻ 8 മറാത്തിൻ. ഓക്കെ, 8 പ്രാവശ്യം ഫാഇലുൻ എന്ന് പറയുന്നതാണ് മുതദാറക് എന്നുള്ള ബഹറിലെ ജുസ്ഉകൾ എന്നർത്ഥം. അതായത് ഫാഇലുൻ 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 എന്നുള്ള രീതിയിലായിരിക്കും മുതദാറക് എന്നുള്ള ബഹറിൽ വന്നിട്ടുള്ള ബൈത്തുകൾ ഉണ്ടാവുക എന്നർത്ഥം. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ബഹറിലെ അറൂലുകളും ലൊർബുകളും ഏതെല്ലാം രൂപത്തിൽ വരുമെന്നതാണ് പറയുന്നത്. വലഹു അറൂലാനി. ഈ മുതദാറക്കിന് അറൂലുകൾ 2 രൂപത്തിൽ വരാറുണ്ട്. അതായത് ആദ്യ മിസ്രയിലെ അവസാനത്തെ ജുസ്ഉകൾ 2 രൂപത്തിൽ വരാറുണ്ട്. വ അർബഅതു അളുറുബിൻ എന്നുള്ളതുപോലെ രണ്ടാമത്തെ മിസ്രയിലെ അവസാനത്തെ ജുസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ലൊർബ് എന്ന് പറയുന്നത്. അത് 4 രൂപത്തിലും വരാറുണ്ട്. ഇനി അവ ഏതൊക്കെയാണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി താഴെ പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്നതുപോലെ അൽ ഊല അസാനിയത്ത് എന്നൊക്കെ മുഅന്നസാക്കി പറയുന്നത് അറൂലിനെ സൂചിപ്പിക്കാനും അൽ അവ്വലു അസാനി എന്നൊക്കെ മുദക്കറാക്കി പറയുന്നത് ലൊർബിനെ സൂചിപ്പിക്കാനുമാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് അൽ ഊല, അറൂലിൻ്റെ 1ാമത്തെ രൂപം താമത്തുൻ. താമത്തുൻ എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഫാഇലുൻ എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ വരുന്നതാണ്. ഓക്കെ, ഇനി അങ്ങനെ വരുന്ന അറൂലിൻ്റെ ലൊർബ് വ ലൊർബുഹ മിസ്ലുഹ, അതിൻ്റെ ലൊർബും അതുപോലെ തന്നെ താമത്തായിട്ട് ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ തന്നെയായിരിക്കും വരുന്നത്. വ ബൈത്തുഹു, ഇനി ഇങ്ങനെ വന്നതിൻ്റെ ബൈത്താണ് പറയുന്നത്. ഒന്ന് നോക്കുക. ജാഅനാ ആമിറുൻ സാലിമൻ സാലിഹ ബഅദമാ കാന മാ കാന മിൻ ആമിരിൻ. ഓക്കെ, മുതദാറക് എന്നുള്ള ബഹറിൽ യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ലാത്ത ഒരു ബൈത്താണിത്. ഒന്ന് നോക്കാം, അതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ജാഅന എന്നുള്ളിടത്ത് നമുക്ക് ആദ്യത്തെ ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. രണ്ടാമത്തെ ആമിറുൻ എന്നുള്ളിടത്ത് 2ാമത്തെ ഫാഇലുൻ എന്ന് കാണാം. സാലിമൻ എന്നുള്ളിടത്ത് 3ാമത്തെ ഫാഇലുൻ എന്നും സാലിഹ എന്നുള്ളിടത്ത് 4ാമത്തെ ഫാഇലുൻ എന്നും യാതൊരു കുഴപ്പവുമില്ലാത്ത അറൂൽ നമുക്കവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി 2ാമത്തെ മിസ്രയിൽ ബഅദമാ എന്നുള്ളിടത്ത് നമുക്ക് 5ാമത്തെ ഫാഇലുൻ എന്ന് കാണാം. പിന്നീട് കാനമാ എന്നുള്ളിടത്ത് 6ാമത്തെ ഫാഇലുൻ എന്നും കാനമിൻ എന്നുള്ളിടത്ത് അടുത്ത ഫാഇലുൻ എന്നും ആമിരിൻ എന്നുള്ളിടത്ത് അടുത്ത ഫാഇലുൻ എന്നും, അതായത് 8ാമത്തെ ഫാഇലുൻ എന്നും യാതൊരു കുഴപ്പവുമില്ലാതെ താമത്തായിട്ട് തന്നെ വന്നിട്ടുള്ള ലൊർബിനെയും നമുക്കവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അസാനിയത്തു. ഇനി മുതദാറക് എന്നുള്ള ബഹറിൽ വരുന്ന അറൂലിൻ്റെ 2ാമത്തെ രൂപം മജ്സൂഅത്തുൻ. മജ്സൂഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ മിസ്രയിലുള്ള അവസാനത്തെ ജുസ്ഇനെ കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ മജ്സൂഅത്തായിരിക്കും, അതായത് അതിലെ അവസാനത്തെ ജുസ് കളയപ്പെട്ടിരിക്കും. ഫാഇലുൻ 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 എന്ന് 3 ജുസ്ഉകൾ മാത്രമേ അവിടെ കാണാൻ കഴിയുകയുള്ളൂ. പിന്നീട് സ്വഹീഹത്തുൻ, പിന്നെ അത് സ്വഹീഹുമായിരിക്കും. ഓക്കെ, ഏതായാലും ഇങ്ങനെ മജ്സൂ ആയിട്ട് വരുന്ന അറൂലിനോടൊപ്പം വരുന്ന ലൊർബുകളോ വ അളുറുബുഹ സലാസത്തുൻ, അതിൻ്റെ ലൊർബുകൾ 3 രൂപത്തിൽ വരാറുണ്ട്. ഓക്കെ, ലൊർബിൻ്റെ 1ാമത്തെ രൂപം അൽ അവ്വലു മജ്സൂഉൻ. മജ്സൂഉൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള അവസാനത്തെ ജുസ് കളയപ്പെട്ടിരിക്കും. അതായത് അതിലുള്ള 2ാമത്തെ മിസ്റഉം 3 ഫാഇലുൻ എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം.
അതിനോടൊപ്പം തന്നെ മഹ്ബൂനുൻ അവിടെയുള്ള അവസാനത്തെ ജുസ് ഖബിന് ബാധിച്ചതായിരിക്കും. ഖബിന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹദ്ഫു സാനി സാക്കിനാണ് അല്ലേ. ഫാഇലുൻ എന്നുള്ളതിനെ ഫാഇലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖബിന് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുറഫലുൻ എന്ന് പറഞ്ഞാൽ തർഫീൽ ബാധിച്ചതായിരിക്കും. തർഫീൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അവസാനത്തിൽ ഒരു സബബുൻ ഖഫീഫ് ചേർത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തർഫീൽ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഖബിനും തർഫീലും കൂടെ ഫാഇലുൻ എന്നുള്ളതിൽ സംഭവിച്ചാൽ അത് ഫഇലാത്തുൻ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിലുള്ള ലൊർബ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ബൈത്താണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത്. വബൈതുഹു ദാറു സുഅദ ബിശഹരി ഉമാനി ഖദ് കസാഹൽ ബിലൽ മലവാനി. ഓക്കെ എന്നുള്ളതാണ് ആ ബൈത്ത്. നമുക്കതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് ദാറുസ്വർ. ഓക്കെ, ദാറുസ്വർ എന്ന് വരെയുള്ള സാക്കിനായിട്ടുള്ള ഐന് വരെയുള്ള ഭാഗത്ത് നമുക്ക് ആദ്യത്തെ ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദാബിഷഹ് എന്നുള്ള സാക്കിനായിട്ടുള്ള ഹ വരെയുള്ള ഭാഗത്ത് രണ്ടാമത്തെ ഫാഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എരി ഉമാനി എന്നുള്ള ഇടത്തൊന്ന് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഫാഇലാത്തുൻ എന്നുള്ള രൂപത്തിലാണ് കാണാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചില ബൈത്തുകളൊക്കെ നമുക്ക് മുസറ ആയിട്ട് കാണാവുന്നതാണ്. മുസറ എന്ന് പറഞ്ഞാൽ ലൊർബിനെ പോലെ തന്നെ അറൂദിനെയും ആക്കുന്നതിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ ഇവിടെ എരി ഉമാനി എന്നുള്ളിടത്ത് നമുക്ക് ഫഇലാത്തുൻ എന്ന് കാണാവുന്നതാണ്. അത് ആ ലൊർബിനോട് യോജിച്ചുകൊണ്ട് മുസറ എന്നുള്ള രീതിയിൽ വന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ മിസ്റയിലേക്ക് നോക്കാം. ഖദ് കസ എന്നുള്ളിടത്ത് ആ അലിഫ് വരെയുള്ള ഭാഗത്ത് ഫാഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഹൽ ബിലൽ എന്ന് വരെയുള്ള ഭാഗത്ത്, അതായത് അലിഫ്ലാം വരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ് അല്ലേ. അവിടെ ഹൽ എന്നേ നമ്മൾ പറയാറുള്ളൂ. ഹാഇന് ശേഷമുള്ള അലിഫ് നമ്മൾ ഉച്ചരിക്കാറില്ല എന്നുള്ളതുപോലെ ബിലൽ എന്നേ പറയാറുള്ളൂ. ലാമിന് ശേഷമുള്ള അലിഫ് നമ്മൾ ഉച്ചരിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ജുസ്ഉകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നമ്മൾ എന്താണോ ഉച്ചരിക്കുന്നത് അത് മാത്രമേ നമ്മൾ രീതിയായിട്ട് പറയാറുള്ളൂ, ബഹറായിട്ട് പറയാറുള്ളൂ അല്ലേ. അപ്പോൾ ഹൽ ബിലൽ എന്നുള്ളിടത്ത് നമുക്ക് അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് മലവാനി എന്നുള്ളിടത്ത് ആ നൂനിന് ശേഷം, അവസാനത്തെ നൂനിന് ശേഷം നമ്മൾ ബൈത്ത് ചൊല്ലുമ്പോൾ നീട്ടാറുള്ള ഒരു യാ കൂടി സങ്കല്പിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ ഫഇലാത്തുൻ എന്ന് മുറഫലു ആയിട്ട് അതോടൊപ്പം തന്നെ മഹ്ബൂനുമായിട്ട് കാണാവുന്നതാണ് അല്ലേ. ഫാഇലുൻ എന്നുള്ളതിനെ ഖബലും എന്നുള്ളതുപോലെ തർഫീലും ബാധിക്കുകയാണെങ്കിൽ അത് ഫഇലാത്തുൻ എന്നുള്ള രൂപത്തിലായിരിക്കും വരുന്നത്. അങ്ങനെ തന്നെയാണ് മലവാനി എന്നുള്ളതും വന്നിട്ടുള്ളത് അല്ലേ. ഇനി അടുത്ത ലൊർബ് നോക്കാം. ലൊർബിൻ്റെ അടുത്ത രൂപം നോക്കാം. അസാനി മജ്സൂഉൻ മുദാലുൻ. ഓക്കെ, അതായത് അറൂള് മജ്സൂഉൻ സ്വഹീഹത്തായിട്ട് വരുമ്പോൾ അവിടെ വരുന്ന ലൊർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് മജ്സൂഉൻ. അത് മജ്സൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടത്തെയും അവസാനത്തെ ജുസ് കളയപ്പെട്ടിരിക്കും. അതോടൊപ്പം മുദാലുൻ, മുദാൽ എന്ന് പറഞ്ഞാൽ തദീൽ ബാധിച്ചത് എന്നാണ് അർത്ഥം. ഓക്കെ, തദീൽ എന്ന് പറഞ്ഞാൽ എന്താ? സിയാദത്തു ഹർഫിൻ സാക്കിനിൻ. ഓക്കെ, സാക്കിനായിട്ടുള്ള ഹർഫ് അവസാനം ചേർത്തി കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ഫാഇലുൻ എന്നുള്ളതിനെ ഫാഇലാൻ എന്നാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തദീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ബൈത്തിലെ ലൊർബ് ഫാഇലാൻ എന്നുള്ള രൂപത്തിലായിരിക്കും വരുന്നത് എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ ബൈത്ത് നോക്കാം. ഹാദിഹി ദാറുഹും അഖ്ഫറത് അംസബൂറുൻ മഹത് ഹദ്ദുഹൂർ എന്നുള്ളതാണ് ആ ബൈത്ത്. ഓക്കെ, നമുക്കതൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായി ഹാദിഹി എന്നുള്ളിടത്ത് ആ ഹാഇന് ശേഷം ഹാദിഹി എന്നൊരു യാ കൂടി സങ്കല്പിക്കണം. അപ്പോൾ നമുക്കവിടെ ഫാഇലുൻ എന്ന് ലഭിക്കുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ദാറുഹും, ദാറുഹും എന്നുള്ളിടത്തും നമുക്കടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നെ അഖ്ഫറത്ത് എന്നുള്ളിടത്തും അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. ഇവിടുത്തെ അറൂലിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല, അത് സ്വഹീഹത്താണ് എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ മിസ്റ നോക്കാം. അംസബു എന്നിവരെയുള്ള ആ വാവ് വരെയുള്ള ഭാഗത്ത്, ഓക്കെ, വാവ് വരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് റുൻ മഹത് എന്നിവരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നീട് ഹദ്ദുഹൂർ എന്നുള്ളിടത്ത് ഫാഇലാൻ എന്നും കാണാവുന്നതാണ് അല്ലേ. ഹ എന്നുള്ളതിന് ശേഷമുള്ള ആ അലിഫ് നമ്മൾ ബൈത്ത് ചെല്ലുമ്പോൾ ഉച്ചരിക്കാറില്ല. അതുകൊണ്ട് ഹദ്ദുഹൂർ എന്നുള്ളിടത്ത്
ഫായിലാൻ എന്ന് നമുക്ക് കാണാവുന്നതാണ് എന്നർത്ഥം അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത് തദീൽ ബാധിച്ചിട്ടുള്ള ഫായിലുൻ എന്നുള്ള വസനായിരിക്കും അവിടെ ലൊർബായിട്ട് വരുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി മൂന്നാമത്തേത് നോക്കാം. അസാലിസു അറൂദ് മജ്സൂഅത്തുൻ സ്വഹീഹത്തായിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലൊർബിൻ്റെ മൂന്നാമത്തെ രൂപം മിസ്ലുഹ, ആ അറൂദിനെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വഹീഹും മജ്സൂഉമായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി വബൈതുഹു, ഇനി അങ്ങനെയുള്ള ബൈത്താണ് പറയുന്നത്. ഖിഫ് അലാ ദാരിഹിം വബ്കിയൻ ബൈന അത്ലാലിഹ വദ്ദിമൻ എന്നുള്ളതാണ് ആ ബൈത്ത്. അതിനെ തഖ്തീഅ ചെയ്തൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഖിഫ് അല എന്നുള്ളിടത്ത് ആദ്യത്തെ ഫായിലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ദാരിഹിം എന്നുള്ളിടത്ത് രണ്ടാമത്തെ ഫായിലുൻ എന്നും കാണാവുന്നതാണ്. വബ്കിയൻ എന്നുള്ളിടത്ത് മൂന്നാമത്തെ ഫായിലുൻ എന്നും കാണാവുന്നതാണ് അല്ലേ. യാതൊരു കുഴപ്പവുമില്ലാത്ത സ്വഹീഹത്തായിട്ടുള്ള കാര്യം തന്നെയാണത്. അത് കഴിഞ്ഞിട്ട് ബൈന അത്ത് എന്ന് വരെയുള്ള സാക്കിനായിട്ടുള്ള ത്വാ വരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫായിലുൻ എന്ന് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലിഹ എന്നുള്ള ഭാഗം അടുത്ത ഫായിലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വദ്ദിമൻ എന്നുള്ളിടത്തും അടുത്ത ഫായിലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ്. അവിടെയും ലൊർബിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും നമ്മൾ കാണുന്നില്ല. ഫായിലുൻ എന്ന് തന്നെയാണ് അവിടെ വരുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനോടകം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അൽ മുതദാറക് എന്നുള്ള ബഹറിൽ വരാവുന്ന 2 അറൂദുകളെക്കുറിച്ചും 4 ലൊർബുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഈ മുതദാറക് എന്നുള്ള ബഹറിൽ തന്നെ ചില ഇടങ്ങളിൽ ഖബിന് സംഭവിക്കുന്നത് ഹസനാണ്, നല്ല കാര്യമാണ് എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഹഷ്വിലുണ്ടാകുന്ന, അതായത് അറൂദിലും ലൊർബിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമേ കിതാബിൻ്റെ മുകൾ ഭാഗത്ത് പറയാറുള്ളൂ. താഴ്ഭാഗത്തായിട്ടാണ് ഹഷ്വിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുള്ളത് അല്ലേ. ഏതായാലും അത്തരത്തിലുള്ള കാര്യവും കൂടെയാണ് ഇനി ഇവിടെ പറയുന്നത്. വൽ ഖബിനു ഫീഹി ഹസനുൻ. ഓക്കെ, മുതദാറക് എന്നുള്ള ബഹറിൽ ഇടയ്ക്കിടയ്ക്ക് ഖബിന് കൊടുക്കുന്നത് നല്ല കാര്യമാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഖബിന് എന്ന് പറഞ്ഞാൽ ഫായിലുൻ എന്നുള്ളതിനെ ഫായിലുൻ എന്നാക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ്. ഇനി അങ്ങനെയുള്ള ബൈത്താണ് പറയുന്നത്. വബൈതുഹു ഒന്ന് നോക്കാം. ഖുറത്തുൻ തുരിഹത് ബിസവാലിജത്തിൻ ഫതലഖഫഹ റജുലുൻ. ഓക്കെ എന്നുള്ളതാണ് ആ ബൈത്ത് വരുന്നത്. അതൊന്ന് തഖ്തീഅ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും എല്ലാ ഫായിലുൻ എന്നുള്ളതിലും അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഖബിന് സംഭവിച്ചിട്ടുണ്ട്, അതായത് ഫായിലുൻ എന്നായിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഖുറത്തുൻ എന്നുള്ളത് ഫായിലുൻ എന്നുള്ള രൂപത്തിലാണ്. തുരിഹത് എന്നുള്ളതും ഫായിലുൻ എന്നുള്ള രൂപത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ബിസവാ എന്നുള്ളത് ആ അലിഫ് വരെയുള്ള ഭാഗം മൂന്നാമത്തെ ഫായിലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നീടുള്ള ലിജത്തിൻ എന്നുള്ളതും അടുത്ത ഫായിലുൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ് അല്ലേ. അത് കഴിഞ്ഞ് ഫതലഖ് എന്നുള്ള ആ സാക്കിനായിട്ടുള്ള കാഫ് വരെയുള്ള ഭാഗം നമുക്കറിയാം. ഷദ്ദുള്ള കാഫ് എന്ന് പറഞ്ഞാൽ അത് ഒരു സാക്കിനായിട്ടുള്ള കാഫും ഫത്ഹുള്ള കാഫുമാണ്. അപ്പോൾ ആ ഷദ്ദുള്ള കാഫിലെ സാക്കിനായിട്ടുള്ള കാഫ് വരെയുള്ള ഫതലഖ് എന്നിവരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫായിലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നീട് ഖഫഹ എന്നുള്ളിടത്ത് അടുത്ത ഫായിലുൻ എന്ന് കാണാവുന്നതാണ്. പിന്നീടുള്ള റജുലുൻ എന്നുള്ളിടത്ത് നമുക്ക് 7ാമത്തെ ഫായിലുൻ എന്നും റജുലുൻ എന്നുള്ളിടത്ത് 8ാമത്തെ ഫായിലുൻ എന്നും കാണാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ ജുസ്ഉകളിലും ഖബിന് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. എല്ലായിടത്തും ഫായിലുൻ 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 എന്നുള്ള രൂപത്തിലാണ് ഈ ബൈത്ത് വന്നിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതൊന്നുകൂടെ നോക്കാം. വൽ ഖത്ഉ ഫി ഹഷ്വിഹി ജായിസുൻ. ഓക്കെ, അതായത് ഈ ബഹറിൻ്റെ ഹഷ്വിലായിട്ട്, ഹഷ്വ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് അറൂദും ലൊർബുമല്ലാത്ത ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഹഷ്വ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹഷ്വിലൊക്കെ ഖത്ഉ നൽകലും ജായിസുൻ നല്ല കാര്യമാണ്, അത് ജായിസാണ് എന്നർത്ഥം. ഓക്കെ, ഖത്ഉ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വത്ദ് മജ്മൂഇലെ
സാക്കിനായിട്ടുള്ള ഹർഫിനെ കളയുകയും എന്നിട്ട് എന്ത് കൊടുക്കുക, അതിന് മുമ്പുള്ളതിന് സുക്കൂൻ ചെയ്യുകയും കൊടുക്കുന്നതിനെയും കുറിച്ചാണ് നമ്മൾ ഖത്അ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഫാഇലുൻ എന്നുള്ളിടത്തെ വത്തദ് മജ്മൂ ആണ് ഇലുൻ എന്നുള്ളത് അല്ലേ. അവിടെയുള്ള ആ സാക്കിനായിട്ടുള്ള നൂനിനെ കളയുകയും അതിന് മുമ്പുള്ളതിന് സുക്കൂൻ കൊടുക്കുകയും ചെയ്തിട്ട് ഫാഇൽ എന്നുള്ള രൂപത്തിലാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഖത്അ എന്ന് പറയുന്നത്. ഏതായാലും ഈ മുതദാറക്കി എന്നുള്ള ബഹറിലെ ഹഷ്വിൽ ഇങ്ങനെ ഖത്അ നടത്തുന്നതും ജായിസാണ് എന്നർത്ഥം. ഓക്കെ, അതായത് ഫാഇൽ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അത് വരുന്നതാണ്. അതിൻ്റെ ബൈത്തൊന്ന് നോക്കാം. മാലി മാലുൻ ഇല്ലാ ദിർഹമുൻ ഔബിർ ദൗനി ദാക്കൽ അദ്ഹമു എന്നുള്ളതാണ് ആ ബൈത്ത്. അത് നമുക്കൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യമായിട്ട് മാലി എന്നുള്ളിടത്ത് നമുക്ക് ആദ്യത്തെ ഫാഇൽ എന്ന് കാണാവുന്നതാണ്. അവിടെ ആ യാഇന് മുകളിൽ ഫത്ഹുള്ളത് ഒഴിവാക്കി കൊടുക്കണം. മാലി എന്ന് ആ ബൈത്തിലുള്ളൂ. ഓക്കെ, പിന്നീടുള്ള മാലുൻ എന്നുള്ളിടത്ത് നമുക്ക് രണ്ടാമത്തെ ഫാഇൽ എന്ന് കാണാവുന്നതാണ്. പിന്നീട് ഇല്ല എന്നുള്ളിടത്ത് മൂന്നാമത്തെ ഫാഇൽ എന്ന് കാണാം. ദിർഹമുൻ എന്നുള്ളിടത്ത് ഫാഇലുൻ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഖത്അ സംഭവിക്കുന്നത് ഇവിടെ ഹഷ്വിൽ മാത്രമാണ്. അറൂദിലും ലൊർബിലും അത് ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ യാതൊരു മാറ്റവുമില്ലാതെയാണ് വരുന്നത് എന്നർത്ഥം. ഓക്കെ, പിന്നീട് രണ്ടാമത്തെ മിസ്റഅ നോക്കാം. ഔബിർ എന്നിവരെയുള്ള സാക്കിനായിട്ടുള്ള റാ വരെയുള്ള ഭാഗത്ത് നമുക്ക് അടുത്ത ഫാഇൽ എന്ന് കാണാവുന്നതാണ്. ദൗനി എന്നുള്ളിടത്ത് അടുത്ത ഫാഇൽ എന്ന് കാണാവുന്നതാണ്. പിന്നീട് ദാക്കൽ എന്നിവരെയുള്ള ആ ലാം വരെയുള്ള ഭാഗത്ത് നമുക്ക് മൂന്നാമത്തെ ഫാഇൽ എന്ന് കാണാം. പിന്നീട് അദ്ഹമു എന്നുള്ളിടത്ത് ഫാഇലുൻ എന്ന് നമുക്ക് കാണാവുന്നതാണ് അല്ലേ. ലൊർബിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഫാഇലുൻ എന്ന് കാണാം. അവിടെ അദ്ഹമു എന്നുള്ളിടത്ത് ആ മീമിന് ശേഷം നമ്മൾ ബൈത്തിൽ സാധാരണ ചേർത്തി കൊടുക്കുവാറുള്ള ആ വാവ് കൂടി ചേർത്തി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഫാഇലുൻ എന്ന് യഥാർത്ഥത്തിൽ തന്നെ കാണാവുന്നതാണ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ചില അവസരങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അൽ ഖബിന് ഫീഹി ഹസനുൻ അല്ലേ. ഈ മുതദാറക്കി എന്നുള്ള ബഹറിൽ ഖബിന് വരുന്നത് നല്ലതാണ് എന്നും എന്നാൽ ചില ഭാഗങ്ങളിൽ ഹഷ്വിലായിട്ട് ഖത്അ വരാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചുവല്ലോ. ഈ ഖബിനും ഖത്ഉം കൂടെ വന്നതായിട്ടും ചില ബൈത്തുകൾ നമുക്ക് കാണാം. അതാണ് ഇനി പറയുന്നത് വഖദ് ഇജ്തമഅ. തീർച്ചയായിട്ടും ഈ ഖബിനും ഖത്ഉം ഒക്കെ ഒരുമിച്ച് കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, വ ബൈത്തുഹു അങ്ങനെ വന്ന ബൈത്താണ് ഇനി പറയുന്നത്. സുമ്മത് ഇബിലുൻ ലിൽ ബൈനി ളുഹൻ ഫീ ഗൗരിതിഹാ മതഖദ് സലകു എന്നുള്ളതാണ് ആ ബൈത്ത്. ഇനി നമുക്ക് ആ ബൈത്തൊന്ന് തഖ്തിഅ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് സുമ്മത്ത് എന്നുള്ളത് അത് ഫാഇൽ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഖത്അ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീടുള്ള ഇബിലുൻ എന്നുള്ളത് അത് ഫാഇലുൻ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അവിടെ ഖബനാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീടുള്ള ലിൽ ബൈ എന്നുള്ള ആ സാക്കിനായിട്ടുള്ള യാ വരെയുള്ള ഭാഗം അത് ഫാഇൽ എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് അവിടെ ഖത്അ ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, പിന്നീടുള്ള അവസാനത്തെ ആ ഒരു ഭാഗം നിലുഹൻ എന്നുള്ളത് ഫാഇലുൻ എന്നുള്ള രൂപത്തിലാണ്. അതായത് ഖബിന് സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ. ഇനി രണ്ടാമത്തെ മിസ്റഅ നോക്കാം. ഫീ ഗൗ എന്നിവരെയുള്ള ആ സാക്കിനായിട്ടുള്ള വാവ് വരെയുള്ള ഭാഗത്ത് നമുക്ക് ഫാഇൽ എന്ന് കാണാവുന്നതാണ്. അതായത് അവിടെയും ഖത്അ ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീട് റിതിഹ എന്നുള്ള ആ അലിഫ് വരെയുള്ള ഭാഗത്ത് നമുക്ക് എന്ത് കാണാവുന്നതാണ്, ഫാഇലുൻ എന്ന് കാണാവുന്നതാണ്. അവിടെ ഖബനാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീടുള്ള മതഖദ് എന്നുള്ളിടത്ത് നമുക്ക് അടുത്ത ഫാഇലുൻ എന്ന് കാണാവുന്നതാണ് അല്ലേ. അതായത് അവിടെ ഖബനാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീടുള്ള സലകു എന്നുള്ളിടത്തും ഫാഇലുൻ എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് അവിടെയും ഖബനാണ് സംഭവിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അതായത് ഈ ബൈത്തിൽ നമുക്ക് മൂന്നിടങ്ങളിലായിട്ട് ഫാഇൽ എന്നുള്ള ജുസ് കാണാവുന്നതാണ്. അതായത് ഖത്അ സംഭവിച്ചതായിട്ട് കാണാവുന്നതാണ് അല്ലേ. പിന്നീടുള്ള ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ഫാഇലുൻ എന്നുള്ള രൂപത്തിൽ ഖബന് സംഭവിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഖത്ഉം ഖബനും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഭാഗം ഉള്ള ഒരു ബൈത്താണ് ഇത് എന്നർത്ഥം. ഓക്കെ.